നമ്മളെല്ലാരും ഭീതിയിലാണ്, എല്ലാരും വലിയ ഭീതി. BJP അവിടെ അധികാരത്തിൽ വന്നു, BJP ഇവിടെ അധികാരത്തിൽ വന്നു, BJP കേന്ദ്രം ഭരിക്കുന്നു, അവിടെ ഭരിക്കുന്നു. നമ്മളെന്തിനു വിഷമിക്കണം? നമ്മളെന്തിനു ഭയപ്പെടണം? അവിടെ ഒരു റിയാസ് മൗലവിയെ കൊല്ലുകയാണ്, ഇവിടെ മറ്റൊരു വ്യക്തിയെ ഷഹീദാക്കപ്പെടുകയാണ്, ഇന്ന വ്യക്തിയെ ഇന്ന സ്ഥലത്ത് ഷഹീദാക്കപ്പെടുകയാണ്, UP-യിൽ എത്രയോ പാവപ്പെട്ടവരെ ഷഹീദാക്കപ്പെടുന്നു. ഇതൊന്നും നമുക്കറിയാത്ത എത്രയോ സത്യങ്ങളാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നതെങ്കിൽ മുസ്ലിം ഉമ്മത്തെ നിന്നെ നോക്കിക്കൊണ്ടല്ലയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് ഉറക്ക പ്രഖ്യാപനം നടത്തിയത്, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമാ. എന്റെ ഈ ഉമ്മത്തുകൾ, എന്റെ അനുയായികളെല്ലാം അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമത്രേ. അവർ കരുണ ചെയ്യപ്പെട്ട സമുദായമാണ്, അവർ പാപം പൊറുക്കപ്പെട്ട സമുദായമാണ്. ലൈസ ലഹാ അദാബുൻ ഫിൽ ആഖിറ. അവർക്ക് നാളെ ആഖിറത്തിൽ ശിക്ഷയില്ല, അവർക്ക് നാളെ ആഖിറത്തിൽ പരാജയമില്ല, അവർക്ക് നാളെ ആഖിറത്തിൽ പീഡനങ്ങളില്ല, അവർക്ക് നാളെ ആഖിറത്തിൽ പരീക്ഷണങ്ങളില്ല. ഇല്ല, കാരണം അദാബുഹാ ഫി ദുനിയാ അൽഫിതനു വസ്സലാസിലു വൽഖത്ലു. അവരുടെ പീഡനങ്ങളും അവരുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളും അവരനുഭവിക്കേണ്ട ത്യാഗങ്ങളുമെല്ലാം ഈ ദുനിയാവിൽ വെച്ച് അവർ അനുഭവിക്കുകയാണ്. ഈ ദുനിയാവിൽ അവരുടെ ചോര ചിന്തപ്പെടുകയാണ്. ഈ ദുനിയാവിൽ അവരെ തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുകയാണ്. അവര് പള്ളിയിൽ ഉറങ്ങട്ടെ, വീട്ടിൽ ഉറങ്ങട്ടെ, അവർ യാത്ര ചെയ്യട്ടെ, അവർ എവിടെ സമാധാന കാംക്ഷികളായി കഴിഞ്ഞുകൂടട്ടെ, അഹങ്കാരികളും തമ്മാടികളും അവിടേക്ക് കടന്നു വന്നുകൊണ്ട് അവരെ ആക്രമിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യത്തിന്റെ ഗൗരവം നമുക്കറിയാതെ പോയത് കൊണ്ടാണ് നമുക്ക് വല്ലാത്ത വിഷമവും വല്ലാത്ത പ്രയാസവും. എന്തിന് പ്രയാസപ്പെടണം? ഇസ്ലാം വന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, വളരെ ത്യാഗം സഹിച്ചിട്ടാണ്. സത്യത്തിന്റെ മതമാണ്, ധർമ്മത്തിന്റെ മതമാണ്, നീതിയുടെ മതമാണ്, സംസ്കാരത്തിന്റെ മതമാണ്. ഇവിടെ ആരെയും പീഡിപ്പിക്കാനോ വേദനിപ്പിക്കാനോ കൊലയ്ക്ക് കൊടുക്കുവാനോ കൊല ചെയ്യുവാനോ തീവ്രവാദത്തിന് പ്രചോദനം നൽകുവാനോ പഠിപ്പിക്കുന്നില്ല ഈ മതം. സിൽമിൽ നിന്ന് കടന്നു വന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, ശാന്തിയാണ്, സന്ദേശമാണ്, അനുഭൂതിയാണ്, സഹിഷ്ണുതയാണ്, സൗഹാർദ്ദമാണ്, സഹാനുഭൂതിയാണ്, സഹവർത്തിത്വമാണ്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം. അസ്സലാമു അലൈക്കും. ഒരു മുസൽമാൻ അടുത്ത മുസൽമാനെ കാണുമ്പോ കൊടുക്കുന്ന മെസ്സേജ്, നിനക്ക് ശാന്തി ഉണ്ടാകട്ടെ, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. വഅലൈക്കുമുസ്സലാം. നിനക്കും ഫദൈവ, നിനക്കും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ.